ഹലോ ഗായ്സ്, നമുക്കിന്നൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇവയിട്ട് പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് വഴുതനങ്ങ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. ഇളക്കി മസാലയെല്ലാം അതിനകത്ത് പിടിക്കും വിധം ഇളക്കിയതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് വയ്ക്കുക. അപ്പോഴേക്കും നല്ലതുപോലെ വാടിക്കിട്ടും. സവാള ഇതെല്ലാം നല്ലപോലെ വാടിക്കിട്ടും. അപ്പോഴേക്കും ഒരു മുട്ട പൊട്ടിച്ച് ഉപ്പിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ വെന്ത് കിട്ടും. അതിനുശേഷം ജസ്റ്റ് അങ്ങും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്കും നമ്മൾ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.